അതേ പൊന്നിന് പകരം പൊന്ന് വിൽക്കുമ്പോൾ തൂക്കം തുല്യമായിരിക്കണം. പഴയ പൊന്നിന് പകരം പുതിയ പൊന്നാണ് വാങ്ങുന്നതെങ്കിൽ പോലും തൂക്കം തുല്യമായിരിക്കണം. അല്ലെങ്കിൽ പൊന്നും തമ്മിൽ കൈമാറ്റം പാടില്ല. അതേ സമയത്ത് നിങ്ങൾ കറൻസിക്ക് പഴയ പൊന്ന് പോയി വിറ്റിട്ട് കറൻസി കൈവശത്തിൽ വാങ്ങിയതിന് ശേഷം അതേ കടയിൽ നിന്ന് തന്നെ പുതിയ പൊന്ന് നിങ്ങൾ അതിനേക്കാൾ കുറഞ്ഞ തൂക്കം വാങ്ങുന്നതിന് വിരോധമില്ല. പക്ഷേ അത് കണക്ക് കൂട്ടി കഴിച്ചാ പോരാ. ശരിക്കും മനസ്സിലാക്കണം. പഴയ പൊന്ന് കൊണ്ടുപോയി ജ്വല്ലറിയിൽ കൊടുത്തിട്ട് അതിന്റെ കണക്ക് തൂക്കിയിട്ട് പൈസ കണക്കാക്കി വെച്ചിട്ട് പുതിയ പൊന്ന് പിന്നെ വാങ്ങിയതിന് ശേഷം പണ്ടത്തും കൂടി കൂട്ടിക്കഴിച്ചാ പോരാ. മസാല നന്നായി മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. പഴയ പൊന്ന് ജ്വല്ലറിയിൽ വിൽക്കുകയാണെങ്കിൽ അത് വിറ്റതിന് ശേഷം കാശ് കയ്യിലേക്ക് വാങ്ങുക തന്നെ വേണം. അത് കച്ചവടക്കാരന്റെ പെട്ടിയിൽ വെച്ചാ പോരാ. കയ്യിൽ കാശ് വാങ്ങുക തന്നെ വേണം. ആ കാശ് കയ്യിൽ കിട്ടിയതിന് ശേഷം 10 പവന്റെ പഴയ ആഭരണമാണ് നിങ്ങൾ വിറ്റതെങ്കിൽ അതിന് നിങ്ങൾക്ക് കിട്ടിയത് പറയട്ടെ 1.25 ലക്ഷമാണെങ്കിൽ അതേ പുതിയ പൊന്ന് 10 പവന് വാങ്ങുമ്പോ അത് 1.25 ലക്ഷം കൊണ്ട് കിട്ടുന്നില്ല. അതേ 1.25 ലക്ഷം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് 9 പവനാണെങ്കിൽ നിങ്ങൾക്ക് ആ 1.25 ലക്ഷം ഉറുപ്പിക ജ്വല്ലറിയിൽ കൊടുത്ത് 9 പവൻ വാങ്ങുന്നതിന് വിരോധമില്ല. പക്ഷേ ആ 1.25 ലക്ഷം ജ്വല്ലറിക്കാരനോട് വാങ്ങി കയ്യിൽ പിടിച്ചതിന് ശേഷമല്ലാതെ വാങ്ങാനും കൊടുക്കാനും പാടില്ല. അഥവാ വാങ്ങുകയും കൊടുക്കുകയും ചെയ്താൽ അത് പലിശയാണ്. പണ്ഡിതന്മാർക്ക് തർക്കമില്ല. ഇമാം സക്കരിയൽ അൻസാരി റളിയല്ലാഹു അൻഹു അതേ ഇബ്നു ഹജർ തങ്ങളുടെ ഉസ്താദല്ലേ, അസ്നൽ മതാലിബ് എന്ന ഫിഖഹിന്റെ കിതാബിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മുതഅല്ലിമീങ്ങളെ. അതുകൊണ്ട് ജ്വല്ലറിക്കാർ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് കച്ചവടത്തിന്റെ മസാല പഠിച്ചിരിക്കണം. ആഖിറത്തിലെത്തുന്ന സമയത്ത് ഞാൻ കുറെ ജ്വല്ലറി നടത്തിയിരുന്നു, പള്ളിക്കും മദ്രസക്കും കൊടുത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് പലിശക്കാരനായി അള്ളാഹുവിനെ കണ്ടുമുട്ടണ്ട. ഇതുപോലെ തന്നെ ഇപ്പൊ ചില ജ്വല്ലറിക്കാര് അതാ പണം വാങ്ങുന്നു. അവര് പറയുന്നു പണം ഇപ്പോൾ തന്നോളൂ, കുറെ കാലം കഴിഞ്ഞിട്ട് നിനക്ക് ആവശ്യമുള്ള സമയത്ത് പൊന്ന് വാങ്ങാം. പണം ഇപ്പോ തന്നോ 10 ലക്ഷം, പൊന്ന് നിനക്കെപ്പാ വേണ്ടത് അപ്പ തരാ. അപ്പൊ എങ്ങനെ വില? എങ്ങനെ വില? അന്നത്തെ വില ഇന്നത്തേനേക്കാളും കുറവാണെങ്കിൽ ആ വിലക്ക്, അന്നത്തെ വില ഇന്നത്തേനും കൂടുതലാണെങ്കിലോ ഇന്നത്തെ വിലക്ക്. അപ്പൊ എല്ലാവർക്കും തോന്നുന്നു നല്ല ആദായമുള്ള പരിപാടിയാണ്. കടുത്ത തെറ്റാണ്. ഒരിക്കലും അങ്ങനെ ഒരു ബിസിനസ് നടത്താൻ പാടില്ല. ഞങ്ങൾ വയല് വെക്കാൻ പോയിരുന്നു. വയലിന്റെ ഇടയ്ക്ക് ഉസ്താദ് പെട്ടി കൊടുക്കാൻ പറഞ്ഞിരുന്നു. നേർച്ച പെട്ടിക്ക് പൈസ കൊടുക്കാൻ പറഞ്ഞിരുന്നു. ഞങ്ങൾ പെട്ടിയൊക്കെ വാങ്ങിക്കൊടുത്തിരുന്നു. ബക്കറ്റിൽ പൈസ ഇട്ടുകൊടുത്തിരുന്നു. വയല് ഞങ്ങൾ കയ്യും കെട്ടി കേട്ടിരുന്നു. പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ പങ്കെടുത്തിരുന്നു. മുസ്ലിയാമാര് മസല പറഞ്ഞു തന്നിട്ടില്ല എന്ന് പടച്ചവന്റെ കോടതിയിൽ ജ്വല്ലറിക്കാരേ നിങ്ങൾ ഞങ്ങളെ പിടികൂടണ്ട. അത്തരത്തിലുള്ള കച്ചവടം ചെയ്യുന്ന കക്ഷികളും അവരോട് പങ്കുചേരുന്നവരും അള്ളാന്റെ കോടതിയിൽ പിടികൂടണ്ട.